അസ്സലാമലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും ഷാലൂസ് ഡ്രീമിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 200 ml കപ്പാണ്. നിങ്ങൾ ഏത് കപ്പിലാണോ ശർക്കര എടുക്കുന്നത് അതേ കപ്പ് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതേ കപ്പിന് തന്നെ 2 കപ്പാണ് ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത്. ഇനി അതേ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റി വെക്കാം. അതേ കപ്പിന് തന്നെ 3.5 കപ്പ് ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 2.5 മണിക്കൂർ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴുകി വൃത്തിയാക്കി ഇതുപോലെ ജാറിനകത്തേക്ക് ഇട്ടു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇത് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ശർക്കര പാനീയം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും കരടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു ഇളം ചൂടുള്ള സമയത്ത് നമുക്ക്, അതായത് ഒത്തിരി ചൂട് പോകാനും പാടില്ല, എന്നാൽ ചൂട് വേണമെന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ ഒരു ലെവലിൽ ഈ ശർക്കര പാനീയം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ചെറുപഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു ഓരോ സെപ്പറേറ്റായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി ഈ 3 ചെറുപഴം കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 4 ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് നൈസായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. അതിനുശേഷം ഇതിനൊരു ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അപ്പക്കാരയും അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് ഞാൻ അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ശേഷം അപ്പം നമ്മൾ ഈ ഗോതമ്പ് പൊടി ഒക്കെ ഇടുമ്പോൾ അതൊന്നും കൂടി തിക്കാവും. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര പാനീയത്തിൻ്റെ ബാലൻസ് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരം നിങ്ങൾക്ക് ഇതിനകത്ത് ഓക്കെ ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചാണ്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മധുരം ബാലൻസ് ആവാത്തതുകൊണ്ടാണ് ശർക്കര പാനീയം തന്നെ ഒഴിച്ചാണ്ട് ഇത് മിക്സ് ആക്കിയത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം ഇതുപോലൊരു ലൂസായിട്ട് നമുക്ക് കിട്ടും. ഇനി ഞാനിതിലേക്ക് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങാക്കൊത്ത് ഒന്ന് നമുക്ക് അരക്കാം. ചിലർ ഇതിനകത്തേക്ക് എള്ളൊക്കെ ഇടാറുണ്ട്, പക്ഷെ ഞാൻ തേങ്ങാക്കൊത്ത് മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ. അതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മാവിലേക്ക് ഈ തേങ്ങാക്കൊത്തും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്ത് നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് അടച്ച് വെക്കാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉണ്ണിയപ്പം ചൂടാം. അപ്പോൾ 15 മിനിറ്റ് ശേഷം ഇതെടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി നമുക്കിവിടെ റെഡിയാക്കി വെക്കാം. ഇനി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഇത്രയും ആവുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ണിയപ്പം ഒഴിക്കുന്ന സമയം, ഉണ്ണിയപ്പത്തിന് മാവ് ഒഴിക്കുന്ന സമയത്ത് എന്താവും, ഇത് ഒത്തിരി എണ്ണ ഒഴിക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനൊക്കെ ഒരേ ടേസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തു നിന്നുള്ള ഓയിൽ കുറേ ഞാൻ തിരിച്ചെടുത്ത് ഒരു 1/4 ഭാഗത്തോളം എന്താക്കി ഓയിലാക്കി കണ്ടാണ് ഈ ഉണ്ണിയപ്പം ചുട്ടെടുത്തത്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, അധികം എണ്ണയും കുടിക്കത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാ ഉണ്ണിയപ്പത്തിനും ഒരേ ടേസ്റ്റും കിട്ടും. അപ്പോൾ നമുക്കിത് ഇതുപോലെ തിരിച്ചും മറിച്ചും ചുട്ടെടുത്തിട്ട് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.